ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ PMMVY സ്കീം എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് പ്രധാൻ മന്ത്രി മാതൃവന്ദന യോജന സ്കീം എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് കേട്ടോ ഈ PMMVYയുടെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ സ്കീം പ്രകാരം ഗർഭിണികൾക്ക് 5000 രൂപയും അതുപോലെ സെക്കൻഡ് ഡെലിവറിയിൽ ഗേൾ ബേബി ആണെന്നുണ്ടെങ്കിൽ 6000 രൂപയും ഗവൺമെൻറ്റിൽ നിന്നൊരു ധനസഹായം ലഭിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാൻ മന്ത്രി മാതൃവന്ദന യോജന സ്കീം അഥവാ PMMVY സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഈ സ്കീമിന് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് കേട്ടോ. സോ അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ഈ സ്കീമിന് അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത്, നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞാലുടനെ നമ്മുടെ ലാസ്റ്റ് മന്ത് പീരീഡ് ഡേറ്റ്, അതായത് LMP ഡേറ്റ് എന്നാണോ അതിൻ്റെ 150 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ അടുത്തുള്ള അംഗനവാടിയിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടി ടീച്ചറുടെ അടുത്ത് അറിയിക്കണം. അപ്പോൾ അവരത് അവിടെ രജിസ്റ്റർ ചെയ്യും. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് 150 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം, അറിയിക്കണം എന്നുള്ളത് വളരെ കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി ഈ സ്കീമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു റെഗുലർ എംപ്ലോയി അല്ലാത്ത ഏതൊരമ്മയ്ക്കും ഈ സ്കീമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്കീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 5000 റുപ്പീസാണ് കിട്ടുക. അതായത് 5000 രൂപ 2 ഗഡുക്കളായിട്ടാണ് നമുക്ക് കിട്ടുക. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 1000 രൂപ, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2000 രൂപ, അത് രണ്ടും കൂടി ഒരുമിച്ച് ഒറ്റ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നമുക്ക് 3000 രൂപയും രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നമുക്ക് 2000 രൂപയും, അങ്ങനെ മൊത്തം 5000 രൂപയാണ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള ഈ 3000 റുപ്പീസ്, അതായത് ഈ 3000 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറിക്ക് മുൻപ്, അതായത് നമ്മുടെ ഡെലിവറിക്ക് മുൻപേ നമുക്ക് ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതിനുശേഷം വരുന്ന സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 2000 രൂപ എന്ന് പറയുന്നത് ആഫ്റ്റർ ഡെലിവറി, അതായത് ബേബി ആയതിനു ശേഷമാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക കേട്ടോ. കുറച്ച് മാസം മുൻപ് വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അപേക്ഷക അക്ഷയ സെൻറ്റർ വഴിയും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇനി നമുക്ക് അക്ഷയ സെൻറ്റർ വഴി ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇനി മുതൽ അംഗനവാടി ടീച്ചേഴ്സിന് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടി ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോടെ മാത്രം ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഓരോ നഴ്സറി ടീച്ചേഴ്സിനും ഇൻഡിവിജ്വലായിട്ട് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാവും. സോ അത് വെച്ചിട്ടാണ് കേട്ടോ അവരിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റാസ് എല്ലാതും അവരുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അവരത് വെരിഫൈ ആക്കിയിട്ട് സൂപ്പർവൈസറിന് സെൻഡ് ചെയ്യും. എല്ലാം ഓൺലൈനായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർവൈസറിൽ നിന്നാണ് പിന്നെ ഇത് CDPയിലേക്ക് എത്തുക. അതിനുശേഷം CDPയിൽ എത്തിയതിന് ശേഷം ഇത് കറക്റ്റാണ് എന്ന് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കീം കിട്ടുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ നെയിമിൽ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇത് ടീച്ചറിൻ്റെ അടുത്തേക്ക് തന്നെ റിട്ടേൺ വരും. ആദ്യം തൊട്ട് നമ്മൾ വീണ്ടും ഈ പ്രോസസ്സ് എല്ലാം നെയിമും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റീകറക്റ്റ് ചെയ്ത് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡാറ്റാസ് കൊടുക്കുമ്പോൾ എല്ലാം കറക്റ്റാക്കി ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം അംഗനവാടി ടീച്ചറിനെ ഏൽപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഈ സ്കീമിന് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെയിൻ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിലാദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ആധാർ കാർഡാണ്. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുടെ ഹസ്ബൻഡിൻ്റെയും ആധാർ കാർഡിൻ്റെ കോപ്പിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അടുത്തത് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീൽ ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് വരെ ഒന്ന് പോകേണ്ടി വരും. അതായത് പ്രഗ്നൻ്റ് ആയ ആളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിലേക്കാണ് കേട്ടോ പോവേണ്ടി വരിക. സീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോം നമുക്ക് നഴ്സറിയിൽ നിന്ന് തരും.
അവിടുന്ന് തരുന്ന ആ ഫോം നമ്മൾ നമ്മുടെ ഏത് അക്കൗണ്ടിലാണോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് തരും കേട്ടോ. ഇതാണ് നമ്മുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി സീൽ ചെയ്യിക്കുക എന്നുള്ള പ്രോസസ്സ്. വളരെ എളുപ്പമാണ്. നമ്മൾ ബാങ്കിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സീൽ ചെയ്ത് തരും കേട്ടോ. ഈ സീൽ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഒരു കോപ്പിയാണ് നമുക്ക് വേണ്ടത് സെക്കൻഡ് പ്രൂഫായിട്ട്. അടുത്ത പ്രൂഫായിട്ട് നമുക്ക് വേണ്ടത് റേഷൻ കാർഡാണ് കേട്ടോ. അപ്പോൾ റേഷൻ കാർഡ് നിങ്ങളുടെ BPL ആണ് എങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജും നെയിമുള്ള പോർഷൻ്റെ ഫോട്ടോ കോപ്പിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നിങ്ങളുടെ റേഷൻ കാർഡ് APL ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് E-Shram കാർഡാണ് കേട്ടോ. അപ്പോൾ ഈ E-Shram കാർഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അക്ഷയയിൽ പോയിട്ട് ആധാറും റേഷൻ കാർഡും അവിടെ കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റിനുള്ളിൽ അവരത് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡും ഒരുപോലെ ആക്കണം. പിന്നെ അത് 1 MB മാറ്റും വേണം കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത പ്രൂഫ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ അവിടെ അംഗനവാടിയിൽ പോയി പറയുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബുക്ക് കിട്ടും, അമ്മയും കുഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. അപ്പോൾ ഇതിലാണ് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് 2 TT എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ TT അടിച്ചിട്ടുള്ള ഡേറ്റ്, അതുപോലെ അതിൽ സിസ്റ്റേഴ്സിൻ്റെ സൈനും ചെയ്യും കേട്ടോ. ആഫ്റ്റർ ഡെലിവറി ബേബിക്ക് എടുക്കുന്ന വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസും ഡേറ്റും എല്ലാതും ഇതുപോലെ സിസ്റ്റേഴ്സിൻ്റെ സൈനെല്ലാം ഈ ബുക്കിലാണ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 3000 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 TT എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ എടുത്തതിൻ്റെ പ്രൂഫാണ് നമ്മുടെ അമ്മയും കുഞ്ഞും ബുക്കിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് അതിൽ അവർ സിസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ട് തരും. അപ്പോൾ ആ ഒരു പേജിൻ്റെ കോപ്പിയും കൂടെ ഫോട്ടോ സ്റ്റാറ്റും കൂടെ നമ്മൾ എടുത്തിട്ട് അംഗനവാടിയിൽ ഏൽപ്പിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആഫ്റ്റർ ഡെലിവറിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ബേബിക്ക് 3 വാക്സിനേഷൻ, അതായത് ഫസ്റ്റ് മന്തിൽ, സെക്കൻഡ് മന്തിൽ, തേർഡ് മന്തിലായിട്ട് 3 വാക്സിനേഷൻ ഉണ്ടാവും. അതെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ബുക്കിൽ ഈ പേജിലാണ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. നേരത്തെ ചെയ്ത അത്ര ഡോക്യുമെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ആഫ്റ്റർ ഡെലിവറിയുടെ 2000 കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും പിന്നെ ഈ ബുക്കിലുള്ള നമ്മുടെ ഉണ്ണിക്ക് എടുക്കുന്ന വാക്സിനേഷൻ്റെ പേജും കൂടെ ഫോട്ടോ കോപ്പി എടുത്തതിന് ശേഷം അംഗനവാടിയിൽ ഏൽപ്പിച്ചാൽ മതി. ബാക്കി അവരാണ് പ്രോസസ്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന അമ്മമാർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസും പുതിയ വ്ളോഗ്സും പുതിയ കണ്ടൻസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.